ആ ലൈറ്റ് കൂടി വന്നപ്പോഴേ ആ മുന്തിരിക്കൊല കിടക്കുന്ന നോക്കി, മിക്സ് കളേഴ്സാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയെന്ന് പറയുന്നത് കമ്പം തേനി റൂട്ടാണ്. ഈ യാത്രയിലുടനീളമുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉടനീളം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് റൈഡും സ്റ്റേയും എല്ലാം കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് അകലെ കാണുന്ന ആ മലനിരകൾ കടന്നു വേണം നമുക്ക് പോകാൻ. ഈ യാത്രയുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേളാങ്കണ്ണിയാണ്. തമിഴ്നാട് സ്റ്റേറ്റില് തേനി ഡിസ്ട്രിക്റ്റിലാണ് കമ്പം സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായിട്ടുള്ളൊരു താഴ്വര, ചുറ്റും മലനിരകളാണ്. ഈ വഴി പോകുന്നവരാരും തന്നെ മിസ് ചെയ്യാത്ത കുറേ കാഴ്ചകളുണ്ട്. ഒട്ടുമിക്ക യാത്രികരും ഇഷ്ടപ്പെടുന്ന പാലാ, കുട്ടിക്കാനം, കുമിളി, കമ്പം റൂട്ട്. വർണ്ണവിസ്മയങ്ങളെ കൊണ്ട് തീർത്ത ഒരു പ്രകൃതിയാണ് ഈ റൂട്ടിലൂടെ പോകുന്ന എല്ലാ യാത്രികരെയും കാത്തിരിക്കുന്നത്. ഹൈ റേഞ്ച് കയറി ഇവിടെയുള്ള എല്ലാ മലനിരകളെയും തൊട്ട് തടവിയാണ് നമ്മുടെ യാത്ര. എങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈറനണിഞ്ഞ ഒരു അന്തരീക്ഷവും നീർച്ചാലുകളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സമൃദ്ധമാകും ഇവിടം. എന്നാൽ വേനൽക്കാലത്തും ഈ ഭംഗിക്ക് ഒരു കുറവുമില്ല കേട്ടോ. മഴ സമൃദ്ധമായി ലഭിച്ചില്ലെങ്കിലും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു റോഡ് സൈഡാണിത്. കുറച്ച് പൂക്കളൊക്കെ ഇതേ പൊട്ടിച്ചു കൊണ്ടിരുന്നുണ്ട്. സൂര്യകാന്തി ചിരിയുടെ ഒരു കസിനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാലേ. ഇത് കേട്ടപ്പോൾ പപ്പയുടെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ഒരേ തറവാട്ടുകാരാണ്. പറഞ്ഞതെന്തായാലും ശരി തന്നെ, മെക്സിക്കൻ സൺഫ്ലവർ അല്ലെങ്കിൽ ജാപ്പാനീസ് സൺഫ്ലവർ എന്നീ പേരുകളിൽ ഈ പൂക്കൾ അറിയപ്പെടുന്നുണ്ട്. മഴ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം കുറച്ച് വരണ്ട് കിടക്കുകയാണ് ഈ പ്രദേശം മൊത്തം. എന്നാലും കുഴപ്പമില്ല, പോകുന്ന വഴിയിൽ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും യാത്ര തുടരാം. പോകുന്ന വഴിയിൽ ഇടുക്കി ഡാമിൽ നിന്നും മൂലമറ്റം പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻ സ്റ്റോക്കുകളും കാണാം. ഈ കാട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തേനി ഡിസ്ട്രിക്റ്റിലെത്തും.
ഈ ഒരു ഹൈ റേഞ്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫാമുകളുടെ ഒരു ലോകം തന്നെയാണ്. പ്രധാനമായിട്ടും ബ്ലാക്ക് ഗ്രേപ്സ്, കാർഡമൻ, കോക്കനട്ട്, മാംഗോ, വെജിറ്റബിൾസ്, ഇങ്ങനെ പലതരം ഫാമുകൾ. പ്രധാനമായിട്ടും ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴേ കമ്പം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേപ്സിൻ്റെ ഫാമിലേക്ക് എല്ലാവരും തന്നെ വരും. വളരെ ക്വാളിറ്റിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഗ്രേപ്സാണ് ഇവിടെയുള്ളത്. എനിക്ക് കയറിയപ്പോൾ തന്നെ കണ്ട ഒരു മുന്തിരിത്തോട്ടാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ ഏക്കർ കണക്കിനുള്ള വലിയൊരു തോട്ടാണ്. പോയി നോക്കിയാലോ. കിഴക്ക് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുള്ള കാറ്റേറ്റ് തളിർത്ത് നിൽക്കുന്ന മുന്തിരിയാണിത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇവ പാകമായിട്ടില്ല. ഈ തോട്ടത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് റൈപ്പനാവാത്ത മുന്തിരിക്കുലകളാണ്. എന്നാൽ മറുഭാഗത്ത് കുറച്ച് റൈപ്പനായി വരുന്ന മുന്തിരിയും നമുക്ക് കാണാം. ഇവിടുത്തെ വളക്കൂറുള്ള മണ്ണും സൺലൈറ്റും ഒക്കെ തന്നെയാണ് ഈ ഗ്രേപ്പ് ഫാമിന് ഇത്രയധികം സപ്പോർട്ട് നൽകുന്നത്.
മുത്തിൻ്റെ കളറല്ലേ, നല്ല പവിഴമുത്തുകൾ തൂക്കിയിട്ട് പോലില്ലേ. ആഹാ ഹാ, ആ സൂര്യപ്രകാശത്തിൻ്റെ കളറില്ലേ. ഓ അടിപൊളിയല്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല രസമായിരിക്കും. അതാണ് മുന്തിരി. തല കിട്ടും അല്ലേ, ഏതായാലും ഈ യാത്രയിൽ കുറച്ച് ചൂടുള്ള സമയമാണ്, എങ്കിലും ഗ്രേപ്പ് ഫാം വിസിറ്റ് കിട്ടി. ഇനി അടുത്തുള്ള കാഴ്ചകളും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ തന്നെ നിർത്തി സാവധാനം നമുക്ക് യാത്ര തുടങ്ങാൻ പോരെ. വെറുതെ ഒരു റോഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലേ ഈ റൂട്ട് വെച്ച് പിടിച്ചോളൂ. ഗ്രേപ്പ് ഫാമിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 @ ജാക്ക് ജോൺസ്.